കേരളത്തിൽ NFC കാർഡുകളുടെ അഥവാ AMI VPN കാർഡുകളുടെ PHS കാർഡുകളുടെ മുഴുവൻ ഗുണഭോക്താക്കളും സർക്കാർ നിർദ്ദേശപ്രകാരം ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട EKYC നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെ ജില്ലയിൽ അടക്കം നാളെ 3/10/2024 മുതൽ 8/10/2024 വരെ ഏകദേശം ഒരാഴ്ച ടൈമും എല്ലാ റേഷൻ കടകളിലും ഇതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയിലെ EPOS മെഷീൻ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റന്നാൾ വ്യാഴാഴ്ച മുതൽ ഇത് ആരംഭിക്കുകയാണ്. അപ്പോൾ റേഷൻ കാർഡ് AMI VPN കാർഡുകളിലെ മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും റേഷൻ കടയിൽ ഹാജരായി EKYC അപ്ഡേഷൻ അഥവാ ആധാർ അപ്ഡേഷൻ നടത്തേണ്ടതാണ്. ഇത് സംബന്ധിച്ച് നമ്മളെ സംസ്ഥാനത്ത് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 18 മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരം ജില്ല മുതലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഏകദേശം മുഴുവനായിട്ടുണ്ട്, 90% മുഴുവനായിട്ടുണ്ട്. ഓരോ ജില്ല വൈസായിട്ട് സമയം കൊടുത്തിട്ടാണ് എന്തിനാ ഈ സെർവർ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നെറ്റ് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളം മൊത്തം ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഓരോ ജില്ലകൾക്കായിട്ട് പ്രത്യേക സമയം കൊടുത്തിട്ടുള്ളതാണ്. ഒക്ടോബർ 3 മുതൽ 8 വരെയുള്ള സമയം പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് 6 ജില്ലകൾക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു ജില്ലകളിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഏകദേശം 90% പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ വലിയ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. ഇതിന് സംബന്ധമായ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ എല്ലാ റേഷൻ കടക്കാർക്കും റേഷൻ ഇൻസ്പെക്ടർമാർക്കും നൽകിയിട്ടുണ്ട്. റേഷൻ കടകൾ ഇതിന് സജ്ജമാണ്. ഏകദേശം 32%-ലധികം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിലവിലായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. 1,07,000 ഗുണഭോക്താക്കളെ നിലവിൽ നമ്മൾ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയുള്ള 70%-ഓളമാണ് പൂർത്തിയാവാനുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടാണ് ഇപ്പോൾ ഈ സമയം നൽകിയിട്ടുള്ളത്. ഇതിൽ കടപ്പ് രോഗികളായ, അതേപോലെ റേഷനിൽ ഹാജരായി അപ്ഡേഷൻ നടത്താൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് EPOS മെഷീനുമായി റേഷൻ ലൈസൻസുകളും ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അതാത് വീടുകളിലെത്തി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷം അത് പൂർത്തിയാക്കുന്നതാണ്. കേരളത്തിൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടും അവിടെയുള്ള സമീപത്തുള്ള റേഷനിൽ ഹാജരായി ഈ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും. ആധാറും റേഷൻ കാർഡും ഉണ്ട്. ആ റേഷൻ കാർഡിൽ ഹാജരായി കഴിഞ്ഞാൽ അത് വളരെ സ്മൂത്തായിട്ട് കുറഞ്ഞ സമയം കൊണ്ട്, 1 മിനിറ്റ് സമയം കൊണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. മറ്റു പ്രശ്നങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.